എഴുന്നേറ്റ് പോടേ. മറ്റുള്ളവർ മേടിച്ചു വെക്കണ സാധനം വലിച്ചു വാരി യൂസ് ചെയ്യുകയും ചെയ്യും. തീർന്ന വേറെണ്ണം വാങ്ങി വെക്കത്തില്ല. ആ പേസ്റ്റ് ഞാൻ വാങ്ങിച്ചാണ്. പേസ്റ്റ് പേസ്റ്റ് തീർന്നു പോയി. അപ്പോൾ പേസ്റ്റ് എടുക്കാനായിട്ട് വന്നതാ. അല്ലാതെ നിന്റെ പേഴ്സിന്ന് പൈസ മേടിച്ചോട്ടാ വന്നതല്ല. പൈസ എന്തെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അതവനായിരിക്കും DIG. പിന്നെ എളിയാ, നീ ഇന്നലെ നല്ല ടെൻഷനിലായിരുന്നല്ലോ. ഗേൾ ഫ്രണ്ട് ഇഷ്യൂ ആയിരിക്കും അല്ലേ? ആയിരിക്കും. നീ ഒരിക്കൽ പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ട്, ഒന്ന് സെറ്റിലായിട്ട് മതിയായിരുന്നു ഈ പ്രേമോന്നൊക്കെ. സാരമില്ല, നീയും മീനാക്ഷിയും ഒന്നാവാൻ തീരുമാനിക്കുന്ന അന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം. എന്നാ വിട്ടോ. എന്താ മീനു, എന്ത് പറ്റി? പറ്റിയത് എനിക്കല്ല, സാമനാ. നിനക്കെന്താടാ? എന്താണ് 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 ആരാണ്? അല്ല, സാമൊന്നും മാറില്ലേ? ഞാൻ വന്നു കഴിഞ്ഞാ മാറുന്ന് പറഞ്ഞില്ലേ? തത്തമ്മയാ? തമാശയാണെന്നാ അല്ലേ? തമാശ പറഞ്ഞാണ്. എടാ നീ ആകെ വിക്കി 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 കൗശലല്ലോ. പോയി കുറച്ച് വെള്ളം കുടിക്കടാ. അല്ല, ഇവിടെ ഇപ്പൊ എന്തുണ്ടായ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. പക്ഷെ എനിക്കല്ല മനസ്സിലായി. എന്ത്? നിനക്ക് ഞാനൊരു ബാധ്യതയല്ലേ അവി? സാം പറഞ്ഞപ്പോഴല്ലേ ഒക്കെ മനസ്സിലായത്. Oh my God. എന്തുപറ്റി മീനു? ഇന്നലത്തെ ഫുഡ് പിടിച്ചില്ലേ? ഫുഡ് എന്ത് കോലാടാ ഈ വീടിന്റെ. ഇന്നലെ ഇരുട്ടത്ത് വന്നോണ്ടാ ഞാൻ റൂമിൽ കിടന്നെ. ഫുള്ള് പൊടിയാണ് അതിൻ്റെ ഉള്ളു. തുണിയൊക്കെ വലിച്ചു വാരിയിട്ടേക്കണു. ബാത്റൂമിന്റെ കണങ്ങിൽ ചളി പിളി. ആക്ച്വലി എങ്ങനെയാ നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കണേ? എടാ നീ റിലാക്സ്. നീ എനിക്ക് കുറച്ച് സമയം ഞാൻ അവന്മാരെ കൊണ്ട് ഇതൊക്കെ ശരിയാക്കി തരാം. എന്താ അവന്മാരവി? അല്ല, അവരെന്താ നിന്റെ ബംഗുകളെ? നീ വാ ഇവിടെ. എടാ നീ ഇത് എന്നും കൂടെ പഠിപ്പിക്കടാ. ഞാൻ എത്ര കാലമായിട്ട് എനിക്ക് അറിയാം. ഞാൻ നിന്നെ പഠിപ്പിക്കണല്ലേ? നീ ഒന്ന് എറാണെങ്കിൽ ഞാൻ അതെ. എന്താണ്? അല്ല, വീടൊക്കെ നമ്മള് നല്ല വൃത്തിയായിട്ടിരിക്കുകയാണല്ലോ. അതെ, കുറച്ചുകൂടി വൃത്തിയാക്കിയാലോ എന്ന് മീനാക്ഷിക്ക് ഒരു ആലോചന. ഹൗ സ്വീറ്റ്. അതങ്ങനെ വരുള്ളൂ. എടാ, ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി വരുമ്പോ ആ വീട് ഇനിയിപ്പോ നമ്മുടെ വീട് പോലെ എത്രയും വൃത്തിയായിട്ട് കിടക്കുന്ന വീടാണെങ്കിൽ പോലും അവൾക്കത് അവളുടേതായ രീതിയിൽ അല്ലേ, ക്യൂട്ടായിട്ട് സ്വീറ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ടാവും. എനിക്കതറിയാം. ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് എന്തോരം എഴുതിയിരിക്കുന്നു. ധൈര്യം ചെയ്തോ. അയ്യടാ, മീനാക്ഷി ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാരും കൂടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ നല്ല ടയർഡാ. യു ഗൈസ് പ്ലീസ് ക്യാരി ഓൺ. എന്ത് ക്യാരി ഓൺ? എടാ എനിക്കടാ. എണീക്കാം, പക്ഷെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായിരുന്നടാ കാരണം? ഒരു കാരണമില്ല. എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. അതുകൊണ്ട് സോറി. പല്ല് വെച്ചിട്ടില്ല. കൊള്ളാടാ, നീ പൈസക്ക് ആവശ്യമുള്ളപ്പോ വാ, ഞാൻ തരാം. അവി സാരല്ല, DIG ഉണ്ടല്ലോ, വാ നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെന്താ, നല്ല കാര്യമല്ലേ, ക്ലീൻ ചെയ്യാം. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ തത്തി. എത്താനായിട്ട് നീ എവിടെ പോയി? നീ ഇവിടെ നിൽക്കുമല്ലേ? അല്ല, നിൽക്കുമല്ല, പോവല്ലേ. ഐ മീൻ പോവാണ്. എങ്ങോട്ട്? ഞാനത് പറഞ്ഞില്ലായിരുന്നു. മീറ്റിംഗ്, അർജന്റ് മീറ്റിംഗ്. ലേറ്റായി. എടാ, ഇതുവരെ ഇല്ലാതിരുന്ന എന്ത് അർജന്റ് മീറ്റിംഗ് ആണ് ഇപ്പോ?
അവി നീ അവനെ സംശയിക്കുന്ന പോലെ എന്നെ സംശയിക്കരുത് കേട്ടാ. ഞാൻ വരുന്ന പറഞ്ഞ വരൂടാ, മീറ്റിംഗ് ആദ്യമായിട്ടുള്ളതാണ്. മീനാക്ഷി ഒന്ന് പറ please. എടാ കളിക്കല്ലേ, എനിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, വർക്ക് ഉണ്ടടാ. അവി അതുവരെ മതി, അപ്പോഴേക്കും DAG മീറ്റിംഗ് കഴിഞ്ഞു വരും. നീ വാ. എന്നാലും സാം എന്തൊരു മടിയാണല്ലേ. അതെ, ക്ലീനിങ് തീരുന്നതിന് മുമ്പ് നീ ഇവിടെ തിരിച്ചെത്തിയില്ലെങ്കിൽ താമസിക്കാൻ വേറെ വീട് നോക്കിയിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വരൂടാ, ഉറപ്പ്. ഞാൻ വിളിച്ചോളാം, അപ്പൊ നീ വന്നോളൂ. അവി ആ ഫോൺ സ്വിച്ച് ഓഫ് കേ ബാരേ മേ. ഇന്ന് കക്കൂസ് കഴിക്കാൻ പറ്റുന്ന നടപടിയും. മുതലാളി ഇല്ല, വന്നിട്ടില്ല. ഗുഡ്. ആഹാ, ഇതാരും DAG മോനോ? ആ ജോസഫേട്ടാ, ഇതെവിടെയായിരുന്നു? ഞാൻ അന്വേഷിച്ചായിരുന്നു കേട്ടോ. എന്ത് പറ്റി വിശേഷിച്ച് അന്വേഷിക്കാൻ? കാശ് കൊടുത്ത് പുസ്തകമെല്ലാം വാങ്ങിക്കാൻ തീരുമാനിച്ചോ? ഏയ് അതിനൊന്നുമില്ല ജോസഫേട്ടാ, ചുമ്മാ തിരക്കിന്ന് മാത്രം. ആണോ? സന്തോഷം. ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. ആ, ഗോഡ് ഈസ് ഗ്രേറ്റ്. എടോ, താനൊക്കെ ഒരു മനുഷ്യനാണോടോ? എത്ര കാലമായി ഈ ബുക്ക് സ്റ്റോളിൽ കയറി ഇറങ്ങി നിരങ്ങാൻ തുടങ്ങിയിട്ട്? എന്നെങ്കിലും ഒരു പുസ്തകം കാശ് കൊടുത്ത് മേടിക്കുന്ന കരുതി എനിക്ക് തെറ്റി. ഒന്നുമില്ലെങ്കിലും താനൊരു ചെറുപ്പക്കാരനല്ലേ, പേരിനെങ്കിലും ഒരല്പം നാണം. ജോസഫേട്ടാ, നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. ഒന്നുമില്ല, ഞാനൊരു എഴുത്തുകാരനല്ലേ. എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള എഴുത്തുകാരൊക്കെ വലിച്ചു വാരി എഴുതുണ്ടല്ലോ ജോസഫേട്ടാ, നിങ്ങളൊക്കെ കഞ്ഞി പിടിച്ചു പോകുന്നത്. അവരൊക്കെ ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും കണ്ട തെണ്ടികളുടെ കാല് പിടിച്ചും ഒക്കെയാണ് അറിവ് കരസ്ഥാക്കിയത്. അത് നിങ്ങൾ മറക്കരുത്. ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് എന്നെ തെണ്ടീന്ന് വിളിച്ചോന്നൊരു സംശയം. റൈറ്റർ ഇവിടെ ഇരുന്ന് അറിവ് കരസ്ഥമാക്കിയത് മതി. ഇനി അറിവ് കരസ്ഥമാക്കണമെങ്കിലേ മണിക്കൂറിന് എനിക്ക് 50 രൂപ വെച്ച് കിട്ടണം. കിട്ടിയേ പറ്റൂ. 50 രൂപ? ആ കാശിന് എനിക്ക് 2-3 മണിക്കൂറിന്റെ കാശ് കൊണ്ട് എനിക്ക് പുസ്തകം വായിച്ച് വീട്ടിൽ പോകാലോ. ആ, അത് മോശം ഐഡിയാണ്. അതെ, ഇവിടെ വരുന്നവരൊക്കെ പുസ്തകം കാശ് കൊടുത്ത് മേടിച്ച് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാ വായിക്കുന്നത്. അടിപൊളി ശീലം, ഒന്ന് ട്രൈ ചെയ്യേ. ജോസഫേട്ടാ, കലാവാസന തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത 2 താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ പുസ്തകം വാങ്ങിച്ചുകൊണ്ടിട്ട് എന്ത് ചെയ്യാനാണ് ജോസഫേട്ടാ? ഇന്ന് പോരാത്തന്നെ ഇതേ ഒരു പുതിയൊരു താമസക്കാരി ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ പുതിയ പ്രശ്നം, വീട് ക്ലീൻ ചെയ്യണം. ഞാൻ അവിടെ നിന്ന് എങ്ങനെ വായിക്കാനാ ജോസഫേട്ടാ? ആരായി പുതിയ താമസക്കാരി? അത് മീനാക്ഷി. അതാരാ കക്ഷി? അവിയുടെ ഗേൾഫ്രണ്ട്. ഇത്രയധികം വേദന കടിച്ചമർത്തുന്ന ഒരു കലാകാരനാണ് മോനെന്ന് ഞാൻ അറിഞ്ഞില്ല കൂട്ട. ഞാൻ എൻ്റെ വിഷമങ്ങളൊന്നും ആരോടും പറയാറില്ല ജോസഫേട്ടാ. ചേട്ടനോട് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം. പോട്ടെ. അയ്യോ, അവിടെ ഇരി. മോൻ ഈ പുസ്തകം മുഴുവനും വായിച്ചിട്ട് പോയാൽ മതി കേട്ടോ. എന്നാ അപ്പം എൻ്റെ പൈസയോ? അയ്യോ, ഇന്ന് ഫ്രീയാ ജോസഫേട്ടാ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ജോസഫേട്ടാ. ഞാനിത് അങ്ങനെ മറക്കാൻ തോന്നുന്നില്ല. ആ ഹലോ ജോസഫേ, പറ. ഹലോ ജോസഫേ, കേൾക്കണില്ലേ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. ആ പിന്നെ ഫോൺ എടുത്തിട്ട് മിണ്ടാണ്ടിരിക്കണ എന്താ? പറ. അത് പിന്നെ പ്രീതിയോട് സംസാരിക്കുമ്പം എപ്പോഴും എനിക്കൊരു അഡ്മിഷനാ. എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, അങ്ങനൊക്കെ. അതെ ജോസഫേ, കടയിൽ ഇത്തിരി തിരക്കുണ്ടായിരുന്നേ. ഞാൻ പിന്നെ വിളിച്ചാൽ മതിയാ? ആ, അപ്പോൾ ഇപ്പോൾ സംസാരിക്കാമല്ലോ അല്ലേ? തിരക്കില്ലല്ലോ? അയ്യോ, തിരക്കുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ഉണ്ട് എന്നാണ് അർത്ഥമാക്കിയതല്ലേ? ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ പ്രീതിയെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് വരികയാണ്. അതെ, ഞാൻ പിന്നെ വിളിച്ച് സംസാരിച്ചാൽ മതിയാ? അത്യാവശ്യമില്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ അല്ല, അത്യാവശ്യമാണ്. അത് പിന്നെ മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികളെ കുറിച്ചാണ്. നമ്മുടെ കുട്ടികളാ? ജോസഫ് ആരെ കുറിച്ച് ഇനി പറയണത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അയ്യോ, വേറെ ആരുമല്ല, പ്രീതിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആ സാമൂഹിക ദ്രോഹികളെ കുറിച്ചാണ്.
നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല അവർ പ്രീതി. അവർക്കിപ്പോൾ ഉള്ള സൗകര്യം പോരാന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ കൊണ്ടൊന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും അങ്ങനെ ചെയ്യില്ല, പ്രത്യേകിച്ച് അവി. അവിനാശ്, അവൻ ആ പെണ്ണിനെ കൊണ്ടുവന്ന് ഞാൻ അറിഞ്ഞത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പണിയല്ല, സ്ഥിരം പണിയായത്. പിന്നെ ഞാൻ അറിഞ്ഞപ്പം പ്രീതിയോട് പറയാതിരുന്നത് പ്രീതിക്ക് സങ്കടമാവല്ലോ എന്ന് കരുതിയാ. അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ പണി കൊടുത്തേനെ. അതെ, ശരി ശരി. അത് ജോസഫ് ഇതാരോടും പുറത്ത് പറയാൻ നിൽക്കണ്ട കേട്ടോ. അല്ലെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും പ്രീതി ചൂടാവനും നിൽക്കണ്ട, നൈസായിട്ട് അങ്ങ് ഇറക്കി വിട്ടാൽ മതി. ഉടക്കുണ്ടാക്കാണെ ഞാനും പറയാമല്ലോ. അവൻ്റെയൊക്കെ ഒരു കൂളിംഗ് ഗ്ലാസ്, ടീഷർട്ട്, ഇംഗ്ലീഷ് കഴിഞ്ഞല്ലേ കത്തിക്കല്ലേ.